Greetings to you all in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഈ ദിവസം ലഹരി വിരുദ്ധ ഞായറായി സഭ ആചരിക്കുന്നു. ഡി അഡിക്ഷൻ സൺഡേ. ഫൈൻഡിങ് ഫ്രീഡം ഫ്രം ഓൾ സോർട്സ് ഓഫ് അഡിക്ഷൻസ്. അതാണ് ഈ ദിവസം കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത്. മദ്യപാനത്തിനും പലതരം മയക്കുമരുന്നുകൾക്കും അടിമകളായ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതുപോലെ തന്നെ പലതരം ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, ദുഷിച്ച പെരുമാറ്റങ്ങൾ ഇവയുള്ള ധാരാളം ആളുകളെ നിത്യേന എന്നോണം നാം കണ്ടുമുട്ടാറുണ്ട്. ഇവരെ ഈ അടിമത്വത്തിൽ നിന്ന്, ഈ ആസക്തികളിൽ നിന്ന് രക്ഷിക്കേണ്ടത് സഭയുടെ ചുമതലയാണ്. ഒരു വ്യക്തി മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ ദുശീലങ്ങൾക്കോ അടിമയാകുമ്പോൾ അവനെ ഇതുപോലെയുള്ള ഒരു ദുരാത്മാവ് ബാധിക്കുകയാണ്. അവനിൽ ആ ഈവിൾ സ്പിരിറ്റ് കുടികൊള്ളുകയാണ് ചെയ്യുന്നത്. Such a person is captured by, occupied by, and conquered by an evil spirit of that sort. അവൻ എത്ര തന്നെ ശ്രമിച്ചെന്നാലും അവൻ്റെ ആ ദുസ്വഭാവത്തിൽ നിന്ന്, ആ ആസക്തിയിൽ നിന്ന് അവന് രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം ആ ദുരാത്മാവ് അവനെ കീഴ്പ്പെടുത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ വചനപാഠങ്ങളെല്ലാം തന്നെ ഇപ്രകാരമുള്ള ആസക്തികളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്ന് നമ്മെ പഠിപ്പിക്കുന്നവയാണ്. ആദ്യമായി നമുക്ക് നോക്കാം പഴയ നിയമത്തിൽ നിന്നും ഒരു വചനപാഠം. ഫ്രം ദ ബുക്ക് ഓഫ് ഡാനിയൽ. ഡാനിയൽ ചാപ്റ്റർ 1 വേഴ്സസ് 1 through 21. ഇവിടെ 4 യഹൂദ ബാലന്മാരുടെ കാര്യമാണ് നാം കാണുന്നത്. ആസക്തികളിൽ ആയിപ്പോയേക്കാമായിരുന്ന ആ സന്ദർഭത്തിൽ നിന്നും എങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടത്? അവരുടെ നായകനായിരുന്നു ഡാനിയേൽ. ഈ സംഭവം നടന്നത് ക്രിസ്തുവിനും മുമ്പ് 7-ാം നൂറ്റാണ്ടിലായിരുന്നു. ഏകദേശം 605 BCE. കിങ്ഡം ഓഫ് ജൂദ നെബൂഖദ്നേസർ രണ്ടാമൻ എന്ന ബാബിലോണിയ രാജാവ് കീഴടക്കി. അവിടെ നിന്ന് ആളുകളെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരായിരുന്നു ഈ ബാലന്മാർ. നമുക്ക് വായിക്കാം. യഹൂദ രാജാവായ യെഹോയാഖീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രണ്ടാമൻ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാഖീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിലേൽപ്പിച്ചു. അവൻ അവയെ ബാബിലോണിൽ തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ ആ രാജാവ് തൻ്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയെ വിളിച്ച്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ, അതായത് ബാബിലോണ്യ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു.
രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. ഇത് രാജാവിൻ്റെ രാജധാനിയിലെ ജോലിക്കായിട്ടാണ്, ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ബാലന്മാരെ അഭ്യസിപ്പിക്കുവാൻ ആ ഷണ്ഡാധിപനോട് കൽപ്പിച്ചത്. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് ആ ദേശത്തെ പേരിട്ടു. അവരുടെ ഒറിജിനൽ പേരുകളെല്ലാം മാറ്റിയിട്ട് ബാബിലോണ്യ പേരുകൾ അവർക്ക് നൽകി. ദാനിയേലിന് അവൻ ബെൽഷസർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഈ നാല് ബാലന്മാരിൽ ഒരുവനായിരുന്ന ദാനിയേലാണ് ഈ അപേക്ഷിക്കുന്നത്. അവർ രാജഭോജനം കൊണ്ട് അശുദ്ധരാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് അതൊക്കെ ഭക്ഷിച്ച് അശുദ്ധി വരുത്തരുതേ എന്ന് ഈ ഷണ്ഡാധിപനോട് അപേക്ഷിക്കുകയാണ്. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഈ ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാബിലോണ്യ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെ ആയാൽ നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ഈ ഷണ്ഡാധിപന് പേടിയായി. ബാബിലോണ്യ ബാലന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ മുഖം വാടിക്കാണുന്നത് രാജാവ് കണ്ടെന്നാൽ അത് ഈ ഷണ്ഡാധിപന് അപകടമാണ്. അക്കാര്യം ഷണ്ഡാധിപൻ ദാനിയേലിനോട് പറഞ്ഞു. ദാനിയേലോ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസര്യാവിനും വിചാരകനായി നിയമിച്ചിരുന്ന ആ വ്യക്തിയോട് പറയുകയാണ്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഈ യഹൂദ ബാലന്മാർക്ക് അത്രമാത്രം കോൺഫിഡൻസ് ആയിരുന്നു. രാജാവിൻ്റെ രാജഭോജനം കൊണ്ടും അവൻ്റെ വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധി വരുത്തുകയില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഈ ബാലന്മാർ ഷണ്ഡാധിപനോട് പറയുകയാണ്, ഞങ്ങൾക്ക് വെറും പച്ചവെള്ളവും ശാഖപദാർത്ഥവും വെജിറ്റബിൾസും മാത്രം തന്നാൽ മതി. 10 ദിവസം ഞങ്ങളെ പരീക്ഷിച്ചു നോക്കുക. ഷണ്ഡാധിപൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു. 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ ഷണ്ഡാധിപൻ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ
സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസർ രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ വായിച്ചു കേട്ടത് ആ ബാലന്മാർ രാജാവിൻ്റെ ആ രാജഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധരാക്കാതെ നിന്നതുകൊണ്ട്, ആ ഒരു ദൃഢനിശ്ചയം എടുത്തതുകൊണ്ട് അവരെ ദൈവം മാനിച്ചു. ആ കൽദയരുടെ ദേശത്തെ അഥവാ ബാബിലോണ്യ ദേശത്തെ ബാലന്മാരിലേക്കാളിലും മാംസപുഷ്ടിയുള്ളവരും അഴകുള്ളവരുമായി അവർ കാണപ്പെട്ടു. മാത്രവുമല്ല, അവർ വിദ്യാസമ്പന്നരായി മാറി. സകല വിദ്യയിലും അവർ ബാബിലോണ്യ ദേശത്തുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും വെച്ച് 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. അവരെ അശുദ്ധി വരുത്തിയേക്കാവുന്ന വസ്തുക്കളോടുള്ള അവരുടെ ആ വിരക്തി, ആ ആസക്തിയിൽ നിന്ന് അവരെ രക്ഷിച്ചു. അല്ലായിരുന്നുവെങ്കിൽ അവർ അതിൽ ആസക്തരായി ഈ ജ്ഞാനവും ഈ മാംസപുഷ്ടിയും അഴകും എല്ലാം നഷ്ടപ്പെട്ടവരായി അവർ തീരുമായിരുന്നു. അവരുടെ ആ ദൃഢനിശ്ചയമാണ്, ദൈവത്തിലുള്ള അവരുടെ ആശ്രയമാണ് അവരെ രക്ഷിച്ചത്, അവരെ വിശിഷ്ടന്മാരാക്കി തീർത്തത്. നമുക്കിനി ഇന്നത്തെ സുവിശേഷ ഭാഗം നോക്കാം. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെയാണ് നാം കാണുന്നത്. അവനിൽ ഉണ്ടായിരുന്നത് ഒരു ഭൂതമായിരുന്നില്ല, ഒരു ലീജിയൺ ആയിരുന്നു. എങ്ങനെയാണ് ആ ഭൂതങ്ങൾ അവനിൽ കയറി പറ്റിയത് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. അശുദ്ധാത്മാക്കൾ കയറിക്കൂടുവാൻ നാം തന്നെയാണ് വഴിവെട്ടുന്നത്. നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ, നമ്മുടെ മനസ്സ് ഏതെല്ലാം മേഖലകളിലാണ് വ്യാപരിക്കുന്നത്? മനസ്സിൽ കൂടെ കടന്നു വരുന്ന ദുശ്ചിന്തകൾ, ദുരാലോചനകൾ, സങ്കല്പങ്ങൾ, അതുപോലെ നമ്മുടെ ദുസ്വഭാവങ്ങൾ, ഇവയെല്ലാം അശുദ്ധാത്മാക്കൾ കയറിക്കൊടുവാനുള്ള വഴികളാണ്. അതിനാലാണ് പത്രോസ്ലീഹ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ, ബി വിജിലൻറ്റ്. കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. പത്രോസ്ലീഹ നമുക്ക് തരുന്ന വാണിംഗാണിത്. പിശാച് നമ്മുടെ പ്രതിയോഗിയാണ്. നമ്മെ എങ്ങനെയെങ്കിലും വിഴുങ്ങിക്കളയുവാൻ തക്കവണ്ണം അലറുന്ന സിംഹമെന്ന പോലെ ചുറ്റിയടിച്ച് നടക്കുകയാണ് പിശാച്. നാം അവനെപ്പറ്റി ബോധ്യമുള്ളവരായിരിക്കണം. പത്രോസ്ലീഹ ആ വാണിംഗാണ് നമുക്ക് നൽകുന്നത്.
ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യന് സംഭവിച്ചത് എന്താണ്? അത് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് വായിക്കാം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 5 വേഴ്സസ് 1-20. യേശു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് യേശുവിനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. നോക്കണേ, ഒരു ഭൂതഗ്രസ്തനിൽ എങ്ങനെയാണ് ഈ ഭൂതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന്, അവനെ ദണ്ഡിപ്പിക്കുന്നത്, ടോർമെന്റ് ചെയ്യുന്നത് എന്ന്. ഈ മനുഷ്യൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചു. യേശുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നത് ആ ഭൂതമായിരുന്നു. ആ ഭൂതമാണ് ഇതെല്ലാം പറഞ്ഞത്. അവൻ യേശുവിനെ കണ്ടപ്പോൾ നിലവിളിച്ചു, ഓടിച്ചെന്ന് യേശുവിനെ നമസ്കരിച്ചു. ദൈവത്തെ അവന് മനസ്സിലായി. യേശുവിനോട് പറയുകയാണ്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്നെ ദണ്ഡിപ്പിക്കരുതേ. അപ്പോൾ യേശു അവനോട്, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് കൽപ്പിച്ചു. നിന്റെ പേരെന്ത് എന്ന് യേശു അവനോട് ചോദിച്ചു. എൻ്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് യേശുവിനോട് അവർ പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അവർ അപേക്ഷിച്ചു. ആ ഭൂതങ്ങൾക്ക് അവിടെ പാർക്കണം, നാട്ടിൽ പാർക്കണം, നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ദണ്ഡിപ്പിക്കണം. ആ മനുഷ്യനെ തകർത്ത് കളയുകയായിരുന്നു ആ പിശാച്. പറയുകയാണ്, നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയരുതേ എന്ന്. അവിടെ മലേരിയെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കിടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് ആ കൂട്ടം കടുംതൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. ഈ അശുദ്ധാത്മാക്കൾ വരുത്തിവെച്ച വിന ആ മനുഷ്യനെ അവർ തകർത്ത് കളഞ്ഞു. ഇപ്പോഴിതാ ആ 2000 പന്നികളെയും കൊന്നു. എന്തിനാണ് പ്രിയ സഹോദരങ്ങളെ ഇതിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അശുദ്ധാത്മാക്കൾ കടന്നുകൂടുവാൻ നാം ഒരിക്കലും നമ്മെ തന്നെ അനുവദിച്ചുകൂടാ. അവർക്കുള്ള വഴി നാം വെട്ടിക്കൂടാ. നമ്മുടെ ദുസ്വഭാവങ്ങൾ, ദുരാലോചനകൾ, നമ്മുടെ മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇതിൽ കൂടെയെല്ലാം ദുരാത്മാക്കൾ മനുഷ്യരിൽ കടക്കുകയാണ്. അവൻ കടന്നു കഴിഞ്ഞാൽ മനുഷ്യരെ എത്രമാത്രമാണ് അവർ ദണ്ഡിപ്പിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, പിശാച് വന്നിരിക്കുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ് എന്ന്.
എന്നാൽ യേശു ക്രിസ്തു വന്നിരിക്കുന്നതോ നമുക്ക് ജീവൻ നൽകുവാനാണ്, അത് സമൃദ്ധിയായി തരുവാന്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വേഴ്സ് 14, പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും ഇക്കാര്യമെല്ലാം അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നു. ലെഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സുബോധമില്ലാത്തവരായി മാതാപിതാക്കളെ കൊല്ലുകയും മക്കളെ കൊല്ലുകയും അയൽവക്കക്കാരെ കൊല്ലുകയും നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന മനുഷ്യർ, മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെയുള്ള ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്നവർ, ഇതിൻ്റെ എല്ലാം പുറകിൽ അവരുടെ ഈ ദുശീലങ്ങളിൽ കൂടെ കടന്നു വന്ന അശുദ്ധാത്മാക്കളാണ്. അശുദ്ധാത്മാക്കൾ വിട്ടുപോകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന കാര്യമാണ് ഇവിടെ വേഴ്സ് 15 പറഞ്ഞിരിക്കുന്നത്. ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ജനങ്ങളെല്ലാം ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു. ഈ പന്നികളുടെ ഉടയവൻ യേശുവിനോട് പറയുകയാണ്, ഞങ്ങളുടെ അതിർ വിട്ടു പോകണം, ഞങ്ങളുടെ പന്നികളോ നശിച്ചു പോയി. ഇവിടെ പന്നികളെ കൊല്ലുവാനായിരുന്നില്ല ദൈവോത്രനായ യേശുവിൻ്റെ ഉദ്ദേശം. ജനങ്ങൾ മനസ്സിലാക്കണം, അശുദ്ധാത്മാക്കൾ ബാധിച്ചാൽ എന്തെല്ലാം നാശമാണ്, നഷ്ടമാണ് ജനത്തിന് സംഭവിക്കുന്നത്. ആ മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായിരുന്നു ആ പന്നികൾ, അതുപോലും നഷ്ടപ്പെടുത്തി ആ ദുരാത്മാക്കൾ. അത് നാം മനസ്സിലാക്കണം. പിശാചിനിടം കൊടുക്കരുത് എന്നാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. പിശാച് നമ്മുടെ പ്രതിയോഗിയാണ്. ഒരിക്കലും പിശാചിന് നാം ഇടം കൊടുത്തുകൂടാ. അതിനുള്ള സാഹചര്യം അത് എന്ത് തന്നെയാണെങ്കിലും അത് നാം ഉപേക്ഷിക്കണം. വേഴ്സ് 18, യേശു പടവേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ഈ സുവിശേഷ ഭാഗം നാം പഠിക്കുമ്പോൾ നാം ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തുവിന് മാത്രമേ ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുവാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ആ ഭൂതങ്ങൾ വിട്ടുപോകും. ദുസ്വഭാവങ്ങളിലും ദുശീലങ്ങളിലും അടിമകളായിരിക്കുന്നവർ ഈ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുമോ? കൈക്കൊള്ളുകയാണെങ്കിൽ അവരിലുള്ള അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോകും. അവർക്ക് സുബോധം വരും. ഭാര്യയെ, ഭർത്താവിനെ, കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുവാനും ദേശത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുവാനും ഒന്നും അവർക്ക് പിന്നെ ഇടയാകില്ല. അവർക്ക് സുബോധം വരും. സുബോധമില്ലാത്തത് കൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. സുബോധമെല്ലാം എടുത്തു കളഞ്ഞത് ഈ ആസക്തികളിൽ കൂടെ കടന്നു വരുന്ന ദുരാത്മാക്കളാണ്. അത് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഈ സൺഡേയിൽ നാം ഈ വചനഭാഗം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതാണ്. ഗദരദേശത്തെ ആ ഭൂതഗ്രസ്തനെ പോലെ ഭൂതഗ്രസ്തരാകാതെ
അശുദ്ധാത്മാക്കൾക്ക് കയറിക്കൂടുവാൻ വഴിവെട്ടിക്കൊടുക്കാതെ എങ്ങനെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു 1-ാം സങ്കീർത്തനത്തിൽ. എല്ലാവർക്കും മനഃപാഠമായ ഈ സങ്കീർത്തനം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റ് പാറ്റുന്ന പതർ പോലെയത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. എങ്ങനെയാണ് നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത്? അതാണ് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവം നമ്മോട് കൽപ്പിച്ചതൊക്കെയും ആ പ്രമാണങ്ങളൊക്കെയും നാം അനുസരിച്ച് നടക്കണം. രാപ്പകൽ അത് നാം ധ്യാനിക്കണം, അതിൽ നാം സന്തോഷിക്കണം. നാം അങ്ങനെ ആയിരിക്കുമ്പോൾ നാം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. അതിൻ്റെ ഇല വാടുകയില്ല, അത് തക്ക കാലത്ത് ഫലം കായ്ക്കും. നാം ചെയ്യുന്നതൊക്കെയും സാധിക്കും. എല്ലായിടത്തും നമുക്ക് പ്രോസ്പെരിറ്റി മാത്രമേ ഉണ്ടാകുകയുള്ളൂ, സമൃദ്ധി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അശുദ്ധാത്മാക്കൾ കയറിക്കൂടുവാൻ ഇടകൊടുത്ത് ദുഷ്ടന്മാരെ പോലെ ആകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ആ ദുഷ്ടന്മാർക്ക് എന്താണ് പറ്റുന്നത്? അവർക്കെങ്ങും നിവർന്നു നിൽക്കുവാൻ കഴിയില്ല. നീതിമാന്മാരുടെ സഭയിൽ അവർ നിവർന്നു നിൽക്കുകയില്ല. അവരുടെ വഴി നാശകരമാണ്. ലഹരി വിരുദ്ധ ഞായർ അഥവാ ഡി അഡിക്ഷൻ സൺഡേ ആയി ഈ ദിവസം നാം ആചരിക്കുമ്പോൾ അഡിക്ഷൻ അഥവാ ആസക്തി മൂലം നമ്മിൽ കടന്നുകൂടുന്ന അശുദ്ധി, ദുർനടപ്പ്, ദുർമോഹം, അതിരാഗം ഇതെല്ലാം നീക്കിക്കളഞ്ഞ് യേശുക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുവാൻ എങ്ങനെ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം എന്ന് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നിന്നും, കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 1-15. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. കാരണം നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം
പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചും കൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. പ്രിയ സഹോദരങ്ങളെ, ഒരു യോദ്ധാവിനെ പോലെ തിന്മയോട് പൊരുതി ജയം നേടുവാൻ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ സ്വന്തം ശക്തി ഫലിച്ചിട, സ്വാശ്രയം വൃഥാവാണ്. ആത്മാവിൻ്റെ സർവായുധവർഗം നാം ധരിച്ചുകൊണ്ട് നിലകൊണ്ടാൽ വിജയം സുനിശ്ചിതമാണ്. ജയാളികളായ നാം മഹത്വത്തിൻ രാജാവിനോടൊപ്പം വാഴും നിശ്ചയം. നമുക്ക് പാടാം, സ്റ്റാൻഡ് അപ്പ് ഫോർ ജീസസ്. Stand up for Jesus, ye soldiers of the cross. Lift high his royal banner, it must not suffer loss. From victory unto victory, his army shall he lead, till every foe is vanquished, and Christ is Lord indeed. Stand up for Jesus, the trumpet call obey, for to the mighty conflict in this his glorious day. He that our men now serve him against unnumbered foes. Let courage rise with danger, and strength to strength oppose. Stand up for Jesus, stand in his strength alone. The arm of flesh will fail you, he dare not trust your own. Put on the gospel armor, and watching unto prayer, where duty calls or danger, be never wanting there. Stand up for Jesus, the strife will not be long. This day the noise of battle, the next the